എം.ആർ. അജിത് കുമാർ IPS DGP കേഡറിലേക്ക് ഉയർന്നിരിക്കുന്നു. എം.ആർ. അജിത് കുമാർ എന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഭരണമുന്നിലെ CPI ആണ് വാളെടുത്തതും ഉറഞ്ഞുതുള്ളിയതും. എന്നിട്ടെന്തായി? കാവിലെ പൂരം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാടുമുരൊക്കെ വാള് നിലത്ത് വെച്ച് മടങ്ങിപ്പോയി. RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടുവെന്നും തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നും ഒക്കെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിനൊപ്പം CPI നേതൃത്വം ഉയർത്തിയത്. ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പോലീസിലെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ എം.ആർ. അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ തന്നെയായിരുന്നു. അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സാക്ഷാൽ DGP തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. DGP അന്വേഷിച്ചതിലും അജിത് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ല. 2 ADGPമാരും ഇതേപ്പറ്റി അന്വേഷിച്ചു. എന്നിട്ടും ഒരു ക്രമക്കേടും കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 1 ഒഴിവ് വരുന്ന മുറയ്ക്ക് എം.ആർ. അജിത് കുമാർ സംസ്ഥാന പോലീസ് സേനയിലെ DGPയായി സ്ഥാനക്കയറ്റമെടുക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് അജിത് കുമാർ അടക്കമുള്ളവരുടെ സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം തന്നെയെന്ന് ശുപാർശ. അന്വേഷണം നേരിടുന്നത് എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റത്തിന് ഒരു തടസ്സമേ അല്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. സുരേഷ് രാജ് പുരോഹിത്, എം.ആർ. അജിത് കുമാർ എന്നിവരുടെ സ്ഥാനക്കയറ്റ ശുപാർശയാണ് DGP തസ്തികയിലേക്ക് ക്യാബിനറ്റ് അംഗീകരിച്ചത്. അങ്ങനെ CPI മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ CPI മന്ത്രിമാരുടെ എതിർപ്പില്ലാതെ എം.ആർ. അജിത് കുമാർ DGP കേഡറിലേക്ക് സ്ഥാനക്കയറ്റം നേടി. തൃശ്ശൂർ പൂരം വിവാദവും അതുപോലെ തന്നെ RSS നേതാക്കളെ കണ്ട വിവാദം, ഇതൊക്കെ സംസ്ഥാനത്തെ പോലീസ് ഭരണതലത്തിൽ ഒരു പ്രശ്നമേ അല്ലെന്ന് വ്യക്തം. ADGP പദവിയിലേക്ക് തരുൺ കുമാർ, IG പദവിയിലേക്ക് ദേബേഷ് കുമാർ ബെഹ്റ, ഉമ, രാജ്പാൽ മീണ, ജയ്നാഥ് ജെ, പിന്നെ DIG പദവിയിലേക്ക് യതീഷ് ചന്ദ്ര, ഹരിശങ്കർ, K. കാർത്തിക്, പ്രതീഷ് കുമാർ, T. നാരായണൻ, ഇവരൊക്കെയാണ് സംസ്ഥാന പോലീസിൽ ഇപ്പോൾ സ്ഥാനക്കയറ്റത്തേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേസമയം എം.ആർ. അജിത് കുമാറിന് DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിൽ ഒരു അപാകതകളോ പാളിച്ചകളോ ഒന്നുമില്ല. അത് വളരെ വ്യക്തമായി പ്രൊമോഷൻ തല സമിതിയുടെ തീരുമാനപ്രകാരം തന്നെയാണെന്ന് സർക്കാരും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ വിവാദങ്ങൾക്കെല്ലാം വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള വീട് നിർമ്മിച്ച അടക്കമുള്ള വിജിലൻസ് കേസുകൾ തുടരും. ഈ വീട് നിർമ്മിച്ചതിൻ്റെ ആസ്തി, അതിൻ്റെ സ്രോതസ്, ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അത് സമാന്തരമായി തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസും ഒക്കെ ആഭ്യന്തര വകുപ്പുമൊക്കെ വ്യക്തമാക്കുന്നത്.